ഹലോ ഗായ്സ്, ദാസാട്ടൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈവേ ഞങ്ങളിപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് നേരെ ബോംബെയിൽ നിന്ന് നേരെ കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നാളെ സുധീരേട്ടൻ്റെ മോളെ മീൻസ് പാർട്ടിയാണ്, കല്യാണം മൺഡേ ആണ്. എയറോളി ടോളിനൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ റൈറ്റിൽ പോയി കഴിഞ്ഞാൽ താനെ, ലെഫ്റ്റിൽ മുംബൈ, സ്ട്രെയിറ്റ് ബാണ്ടൂപ്പ്. ഇന്ന് ഞങ്ങൾ രാത്രി കോയമ്പത്തൂരിലാണ് റൂം എടുത്തിട്ടുള്ളത്. ഇതിന് ആഷ് 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുള്ളത്. നാളെ രാവിലെ എൻ്റെ ഫ്രണ്ട് ശാലിനിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ പാലക്കാട് കല്യാണ വീട്ടിലേക്ക് പോകും. റൈറ്റിൽ IIT പവായി വഴിയാണ് പോകുന്നത്. നമ്മൾ കണ്ണനെ കൂട്ടിയിട്ടില്ല. കണ്ണൻ്റെ എക്സാം ഇന്നലെ കഴിഞ്ഞു. പക്ഷേ അവന് റെസ്റ്റ് എടുക്കണം, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഹിറാന്തിനിൻ്റെ ബിൽഡിങ്ങിലേക്കുള്ള എൻട്രിയാണിത്. നമ്മൾ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ നാട്ടിൽ ആർക്കും അറിയില്ല കേട്ടോ നമ്മൾ വരുന്നത്. എല്ലാവരോടും ബിസിയാണ്, 2 ദിവസം ഞാൻ വിളിക്കൂല എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടാണ് ഉള്ളത്. ലിജ കാറ് കയറിയതോ ഉറക്കങ്ങ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മറോളിനൊക്കെ എത്തി. മറോളിനൊക്കെ നിന്ന് ലെഫ്റ്റ് പോയാൽ T2 എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് T2. നാട്ടിൽ നിന്ന് കോള് വന്നിന്, സെവീരേട്ടൻ്റെ ഏട്ടൻ എയർപോർട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ വരണം എന്നെല്ലാം പറഞ്ഞിട്ട്, പക്ഷെ പറ്റിയിട്ടില്ല. ഞങ്ങളങ്ങനെ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. സെമീരേട്ടൻ്റെ ഏട്ടൻ ഇവിടെ ഉണ്ട് ഇൻ്റർനാഷണലിൽ. അവർ ദുബായിൽ പോകാൻ വന്നതാ. അപ്പോൾ അവരെ കാണാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും പറ്റുമെന്ന്. അങ്ങനെ നമ്മുടെ ബാഗ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് പോകുന്നു. ഫൈനലാണല്ലോ എല്ലാത്തിൻ്റെയും മുഖ്യം. ഫൈനലില്ലാണ്ട് സെമി ഫൈനൽ കളിച്ച് കാര്യമില്ലല്ലോ. വെജ് ബിരിയാണി, പിന്നെ ദഹി, പിന്നെ ഒരു മധുരം. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എയർപോർട്ടിൽ കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ക്യാബിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂർ എയർപോർട്ട് റോഡ്. ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് ഹോട്ടലിലേക്ക്. സ്ട്രെയിറ്റ് പോയ 97 കിലോമീറ്റർ ഊട്ടി, റൈറ്റിൽ 91 കിലോമീറ്റർ ഈ റോഡ്, 148 കിലോമീറ്റർ സേലം,
35 kilometer Cochin. Karapaya restaurant. Avinashi road. കുറച്ച് തമിഴ് അങ്ങനെ ഞങ്ങൾ 100 feet റോഡ് ഫ്ലൈ ഓവറിലെത്തിയിരിക്കുന്നു. ജോസ് ആലുക്കാസ് 100 feet റോഡ്. മാവാ ജ്വല്ലേഴ്സ് മലബാർ ജ്വല്ലേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട് 100 feet റോഡിൽ. അങ്ങനെ രാജു റോഡിലെത്തിയിരിക്കുന്നു ഞങ്ങൾ. ഉഡല്ലൂർ റൈറ്റ് 134, മസിനഗുഡി റൈറ്റ്, ലെഫ്റ്റ് പൊള്ളാച്ചി, മസനഗുഡി എവിടെയാ? കേട്ടില്ലല്ലോ. 6 ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ ആഷ് 6 ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു. സമയം കുറേ ആയി ഗൈസ്. സമയം എനിക്ക് തോന്നുന്നു എത്ര മണി? 10 മണി. ഇവിടെയാണ് നമ്മൾ ഇന്ന് സായിബാബാണ് കോയമ്പത്തൂരിലാണ് 6 ഹോട്ടൽ. നാട്ടിൽ പ്രശാന്തേട്ടനും നിവേച്ചും വരുന്നു പറഞ്ഞിട്ടുണ്ട്. റൂം ഒന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് അവരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇതാണ് നമ്മളെ ഇന്നത്തെ റൂം. ബാത്റൂം. ടോയ്ലറ്റ്, ബാത്റൂമാണ്. ഇവിടെ ഒരു ചായ ഉണ്ടാക്കുന്ന സ്ഥലവും ഒരു കബോർഡ്, ഒരു കബോർഡ്, പിന്നെ ഇത് ബെഡ്റൂം. പിന്നെ ബെഡ്റൂം. കുഴപ്പമില്ല, നല്ല റൂമാണ്. എത്ര എടുത്ത റൂമിന്? റൂം 6000 രൂപ. 6000. 6000. പക്ഷെ നമ്മള് ലേറ്റ് ആയി പോയി ദാസം. ഒരു ടേബിളുണ്ട്. പ്രശാന്ത് ഏട്ടനും നിവയും കൂടി കോയമ്പത്തൂരിൽ എത്തിയിട്ടുണ്ട്. ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊന്നും പറ്റുന്നില്ല, കോണ്ടായോണ്ട്. അതൊന്നും സാറില്ല, അതെല്ലാം ശരിയാക്കാം. പ്രശാന്ത് ഏട്ടൻ ഫുൾ ഗൗണ്ടർ മാതിരിയാ വന്ന ഗൗണ്ടർ. തമിഴ്നാട് എന്നെ സമയ എന്നെ ചൊല്ലറ് ചന്ദ്രൻ ഇടാൻ മറന്നുപോയി. സൗഖ്യമാ? അങ്ങനെ പ്രശാന്തേട്ടൻ നിവേച്ചും ടാറ്റ ബൈ ബൈ തലശ്ശേരിന്ന് കാണാമെന്ന് പറഞ്ഞു പോയി ഗായ്സ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇത് നമ്മൾ പിറ്റേന്ന് രാവിലെയായി. ഇന്നലെ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പ്രശാന്തേട്ടൻ പോയി ലേറ്റായി. പിന്നെ രാവിലെ എണീറ്റ് കുളിച്ച് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കഴിക്കാൻ പോകുന്ന നോക്കട്ടെ എന്തെല്ലാം. അത് കഴിഞ്ഞിട്ട് പരിപാടി? അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ശാലിനി, +2 ഒരുമിച്ചിട്ട് പഠിച്ചതാണ്. കുറേ കാലം കണ്ടിട്ട്. അപ്പോൾ ഒന്ന് പോയിട്ട് കാണണം ശാലിനിനെയും രമേശേട്ടനെ. അവളെ വീട്ടിൽ പോയി കുറച്ച് ഗപ്പ് അടിച്ചിട്ട് പിന്നെ പാലക്കാട്. അവള് വണ്ടി അയക്കുന്നു പറഞ്ഞിന്. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ അയക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചിക്കൻ സോസേജ്, ഗ്രീൻ ആപ്പിൾ പാൻകേക്ക്. ഗ്രീൻ ആപ്പിൾ പാൻകേക്ക്, ചട്നി, ബേക്ക്ഡ് ബീൻസ്, കറി, റോസ്റ്റഡ് പൊട്ടറ്റോ. രാവിലെ ഫ്രൂട്ട്സ്.
ലൈവ് മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യൽ പൊങ്ങൽ, സേവി സേമിയ, സേവി സേവിയത്താണ്, റവ കിച്ചടി, റവ കിച്ചടി, വട, സ്വന്തം വട, ആലു ബാജി, മിനി ഇഡ്ഡലി പണിയാൻ മിനി ഇഡ്ഡലി, പണിയാൻ പിന്നെ കൊടുത്തിട്ട് വന്നിട്ടുണ്ടോ? ബ്രെഡ്, ജാമുൻ. ആഹാ കണ്ണുകൾ സ്വിസ്സിലെ ഫുഡ് എങ്ങനെ? അടിപൊളിയാണ്. പൊടി ദോശ അടിപൊളി, ഓംലേറ്റ് ഇപ്പോൾ കഴിച്ചതുള്ള അടിപൊളി. പൂരിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. വിജയ ഏകദേശം എല്ലാം കാലിയാക്കി. അടുത്തെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്തോ. പിന്നെയും എന്തെല്ലാം എടുത്ത് ഞാൻ 2 വന്നിട്ടുണ്ട്. മിനി ഇഡ്ഡലി, പിന്നെ ഇതൊന്ന് സേവി ചട്നി, പിന്നെ ഇത്തിരി പൊങ്കൽ ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം. കോഫി. സൂപ്പർ കോഫി, ഫിൽറ്റർ കോഫി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് നേരെ ഷാലുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. റിജാൻ്റെ ഫ്രണ്ട് ഷാലുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എന്നെ ഒരു പ്രാവശ്യം ഞാൻ വരും എന്തായാലും സമാധാനത്തിന്. ഒരു ദിവസം തന്നെ 3-4 ദിവസം നിങ്ങൾ പറയണം പോട് പോട് പോട്. മറന്നു പോയോ ഓർമ്മയില്ല. അങ്ങനെ കോയമ്പത്തൂരിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പാലക്കാടിലേക്ക് പോവുകയാണ്. പാലക്കാടിൽ വെച്ചിട്ടുള്ള പ്രോഗ്രാമെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ ടിൽ ദെൻ ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.